നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലിൻ്റെ എതിരാളിയായിട്ട് നെതർലൻഡ്സോ ജപ്പാനോ വരാനാണ് സാധ്യത. ജപ്പാനെതിരെ ബ്രസീൽ എങ്ങനെ കളിക്കും, നെതർലൻഡ്സിനെതിരെ ബ്രസീൽ എങ്ങനെ കളിക്കും, ഇതൊക്കെ ആരാധകർ ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. നെതർലൻഡ്സ് ഇപ്പോൾ നമുക്കറിയാലോ, ബ്രസീലിനെ സമീപകാലത്തെ വേൾഡ് കപ്പുകളിൽ ഏറ്റുമുട്ടിയപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ള ടീമാണ്. അതിലിപ്പോൾ മിന്നും ഫോമിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ കഴിഞ്ഞ മത്സരത്തിലെ തകർപ്പൻ വിജയം സ്വീഡനെ തീർത്തതിന് ശേഷം അവരുടെ കോച്ച് റൊണാൾഡോ കുമാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നോക്കൗട്ടിൽ ബ്രസീലായാലും മൊറോക്കോ ആയാലും ഒരുപോലെയാണ്, ആരായാലും പ്രശ്നമില്ല എന്ന തരത്ത് നിൽക്കുന്ന നെതർലൻഡ്സിന് മുന്നിലേക്ക് ബ്രസീൽ എത്തിപ്പെട്ടാൽ എന്താവും സ്ഥിതി എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ TV-യിൽ ഫാബിയോ പൊർച്ചാട്ടൊരു ചർച്ചയിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. നെതർലൻഡ്സിനെ കിട്ടിയാൽ ബ്രസീൽ തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും പെട്ടെന്ന് നെതർലൻഡ്സിൻ്റെ മുമ്പിൽ നിന്ന് ബ്രസീൽ രക്ഷപ്പെടട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമീപകാലത്തെ ബ്രസീൽ നെതർലൻഡ്സ് വേൾഡ് കപ്പ് മത്സരങ്ങളുടെ റിസൾട്ടാണ്. 2010 ബ്രസീലും നെതർലൻഡ്സും തമ്മിൽ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൽ ഏറ്റുമുട്ടിയപ്പോൾ 2-1 ബ്രസീലിനെ അവർ നോക്ക്ഡ് ഔട്ടാക്കി. പിന്നെ 2014 തേർഡ് പ്ലേസ് മാച്ച് നിങ്ങൾ ഓർമ്മയില്ലേ, ബ്രസീലിനെ 3-0 അവർ പരാജയപ്പെടുത്തി. ശരിയാണ്, 1998 വേൾഡ് കപ്പിൽ ബ്രസീൽ സെമിയിൽ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പഴയ കഥ. പക്ഷേ ഇപ്പോൾ സംഗതി ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്, ഞാൻ ശരിക്കും പാനിക്കാണ്. ബ്രസീൽ എത്രയും പെട്ടെന്ന് ഈ നെതർലൻഡ്സിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അതാണ്. നെതർലൻഡ്സ് കഴിഞ്ഞ കളിയിൽ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു ഫുട്ബോൾ കളിക്കുന്നു. ബ്രസീലാവട്ടെ പഴയ ബ്രസീലല്ല. ഹെയ്റ്റിക്കെതിരെ ജയിച്ചു എന്ന് പറയുമ്പോഴും ആരാധകർക്ക് അത്രത്തോളം സംതൃപ്തിയായോ എന്നുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ പൂർണ്ണമായിട്ടും പാനിക്കാണ്, എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ബ്രസീൽ തീർച്ചയായിട്ടും ഈ നെതർലൻഡ്സുമായിട്ടുള്ള കളി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ എന്നതാണ്. സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. ബ്രസീൽ വേഴ്സസ് നെതർലൻഡ്സ് മാച്ച് വന്നാൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.